ഹായ് ഓൾ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബിടെക് ആൻഡ് MSc ഫീൽഡിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് BSNL വേക്കൻസി വന്നിട്ടുണ്ട്. നമുക്കറിയാം JTO എന്നാണ് ആ തസ്തികയുടെ പേര്. ആ ഒരു നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പ്രധാനമായിട്ടും 100 വേക്കൻസികളാണ് ഓൾ ഓവർ ഇന്ത്യയിൽ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിന് വേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബിടെക് ഉണ്ടായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MSc ഉണ്ടായിരിക്കണം. ബിടെക് ഏതൊക്കെ സ്ട്രീമാണ് എന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ടും ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, റേഡിയോ, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റേഷൻ, ഇത്ര സ്ട്രീമിൽ നിങ്ങൾക്ക് ബിടെക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇനി അതല്ലാതെ MSc ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MSc ഇലക്ട്രോണിക്സുകാർക്കും അതുപോലെ തന്നെ MSc കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീം ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കാം. പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറിസർവ്ഡ് കമ്മ്യൂണിറ്റിക്കും EWS-നും OBC നോൺ ക്രിമീലിയർ ആയിട്ട്, അതായത് ക്രിമീലിയർ റിസർവേഷൻ ഇല്ലാത്തവർക്കും ആസ് യൂഷ്വൽ 30 വയസ്സ് തന്നെയാണ് ഇതിന്റെ മാക്സിമം ഏജ് ലിമിറ്റ്. അതായത് 30 വയസ്സ് കവിയാൻ പാടില്ല. എന്നാൽ OBC വിഭാഗങ്ങൾക്ക് NCL ആണെങ്കിൽ, നോൺ ക്രിമീലിയർ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ അളവോടുകൂടി 33 വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ SC/ST വിഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ഇത് 35 വയസ്സായിട്ട് ഉയരുന്നതായിട്ട് കാണാൻ കഴിയും. ഇനിയും ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേവലം ഒരൊറ്റ എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. CBT ബേസ്ഡ് എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലും ശേഷം നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തരുന്ന രീതിയിലാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. ഈ ഒരു എക്സാമിനേഷന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിന്നുള്ള രണ്ട് സെറ്റ് എക്സാമിനേഷനും ഒപ്പം തന്നെ ജനറൽ എബിലിറ്റിയുടെ ഒരു എക്സാമും ചേർന്ന 3 മണിക്കൂർ വരുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അതിൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ഒന്നാമത്തെ മേഖലയിൽ 50 ചോദ്യവും അതിൽ നിന്ന് 200 മാർക്കുമാണ് വരുന്നത്. രണ്ടാമത്തെ സ്ട്രീമിലും ഇതുപോലെ തന്നെ 50 ചോദ്യവും 200 മാർക്കുമാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ സ്ട്രീമിലേക്ക് എത്തുമ്പോൾ ജനറൽ എബിലിറ്റിയിൽ 20 ചോദ്യവും 80 മാർക്കുമാണ് ഇവിടെ വെയിറ്റേജ് ആയിട്ട് വരുന്നത് എന്ന് കാണാൻ കഴിയും. അങ്ങനെ ടോട്ടൽ 480 മാർക്കിലാണ് ഇവിടുത്തെ ഒരു വെയിറ്റേജ് വരുന്നത്. മൊത്തം 120 ചോദ്യവും ഉണ്ടാവും. ഈ ഒരു എക്സാമിനേഷന് മൊത്തം 3 മണിക്കൂറായിരിക്കും സമയം ഉണ്ടാവുക എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ ഒരു ഫീസ് നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ നിങ്ങൾക്ക് ജനറൽ OBC EWS വിഭാഗങ്ങൾ നൽകേണ്ടത് 2000 രൂപയും എന്നാൽ SC/ST വിഭാഗങ്ങൾക്ക് 1000 രൂപയെ ഫീസും ഉള്ളൂ എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും ഈ ഒരു ആപ്ലിക്കേഷൻ വിൻഡോ എന്ന് മുതൽ ഓപ്പൺ ആവും എന്ന് ചോദിച്ചാൽ വരുന്ന ജൂൺ 4-ാം തീയതിയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത്. ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ ജൂലൈ 3 ആണ്. അതായത് ഈ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇനിയും ഈ ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് ജൂലൈ 4 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സമയം കൂടി ലഭിച്ചിട്ടുണ്ട്. ഇതിന് എക്സാമിനേഷൻ ഡേറ്റും ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 26-നാണ്. അതായത് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഇതിന്റെ ഒരു എക്സാമിനേഷൻ ഉണ്ടാകും എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അതായത് ഓഗസ്റ്റ് അവസാനമോ ചിലപ്പോൾ ആദ്യമോ ഉണ്ടാകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുള്ള ഒരു കാര്യമാണ്. ബിടെക് മേഖലയായിട്ടും അതുപോലെ തന്നെ MSc യോഗ്യത ഉള്ളവർക്കും തീർച്ചയായിട്ടും എഴുതാൻ കിട്ടുന്ന ഒരു എക്സാമിനേഷൻ ആണ്. എല്ലാവരും നന്നായിട്ട് ഈ ഒരു എക്സാമിനേഷനായിട്ട് തയ്യാറെടുത്ത് തന്നെ പോയി പഠിച്ചെഴുതുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.